അഭിമന്യ ക്രിസോസ്റ്റമോസ് തിരുമനസ്സുകൊണ്ടാണ്. ഈ സഹന സമരവേദിയിൽ അഭിമന്യ തിരുമനസിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഊർജവും ആവേശവും പകരുന്നതാണ്. അഭിമന്യ തിരുമനസ് ഈ വേദിയിൽ എത്തിയിരിക്കുന്നു. ചരിത്ര സ്മാരകങ്ങളെ ഹനിക്കുന്നവർ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ വേര് മുറിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഒരു വൃക്ഷത്തിന്റെ വേര് ഭൂമിയുടെ അടിയിലാണ്. എന്നാൽ സംസ്കൃതിയുടെ വേരുകൾ ഭൂമിക്ക് മുകളിലുള്ള ഇത്തരം ചരിത്ര സ്മാരകങ്ങളിലൂടെയാണ് പുതിയ തലമുറ പരിചയപ്പെടുന്നതും നാം കടന്നു വന്ന പാതകളെ കുറിച്ച് മനസ്സിലാക്കുന്നതും. ചരിത്ര സ്മാരകങ്ങളെ പൊളിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് വികസനം കൊണ്ടുവരുന്നത് നൂറ്റാണ്ടുകളോളം നമ്മെ പിന്നോട്ടടിക്കും, സാംസ്കാരികമായി പിന്നോട്ടടിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. ഈ അവസരത്തിൽ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് വികസനം സാധ്യമാവണം, ദേവാലയം സംരക്ഷിക്കപ്പെടണം. സാധാരണ ആരാധനാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ചരിത്ര പ്രാധാന്യവും അതോടൊപ്പം തന്നെ ഒരു പരിശുദ്ധ പിതാവിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്നതും കലാമൂല്യമുള്ളതുമൊക്കെയായ ഈ ദേവാലയം സംരക്ഷിക്കപ്പെടണമെന്ന് വീണ്ടും പ്രസ്താവിച്ചുകൊണ്ട്, വീണ്ടും അറിയിച്ചുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് അതിനായി സമസ്ത സമൂഹവും കൈകോർത്ത് പ്രവർത്തിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഏറ്റവും പൗരാണികവും സംസ്കൃതികൾ നിറഞ്ഞതുമായ പരിശുദ്ധ ദേവാലയമാണ് ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി ഇടവക. ഇന്ത്യയിൽ കാണുന്ന പൈതൃകങ്ങളിൽ ഏറ്റവും ശക്തമായതും ഉപരിയായി 1050 പരം വർഷങ്ങൾ മുമ്പ് പഴക്കമുള്ളതുമായ പരിശുദ്ധമായ ഒരു ദേവാലയമാണ് ചേപ്പാട് സെന്റ് ജോർജ് വലിയ പള്ളി. ഉപരിയായി 19ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടങ്ങളിൽ അന്ധകാരമയമായ ഈ കാലഘട്ടത്തെ വെളിച്ചം പകർന്ന് ദേശത്തിന് ആധ്യാത്മികതയുടെ പ്രഭ പകർന്ന അഭിമന്യ ചേപ്പാട് ദിവന്നാസ്യോസ് തിരുമേനിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന പുണ്യഭൂമി കൂടിയാണ് ചേപ്പാട് വലിയ പള്ളിയുടെ ഭൂമി. പരിശുദ്ധ ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് തദ്ദേശീയമായ ഈ സഭ, പൗരാണികമായ ഈ സഭ ഈ ദേശത്തിന്റെ തനതായ സംസ്കാരങ്ങളോട്, ദേശത്തിന്റെ വികസനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സഭയാണ്. മാവേലിക്കരയിൽ തന്നെ പുതിയതാവ്, അതുപോലെ പത്തച്ചിറ, കായംകുളം കാതീശ്വരപ്പള്ളി, വെട്ടാന ഉൾപ്പെടെ ഈ ദേശത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന നിരവധിയായ അമ്പലചുംബികളായ ദേവാലയങ്ങൾ ഈ ദേശത്തിന്റെ വികസനത്തിന് കഴിവിലേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള ദേവാലയങ്ങളാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അത്തരത്തിൽ പരിശുദ്ധ സഭയെന്നും ദേശത്തിന്റെ വികസനത്തിനോട് ചേർന്ന് നിന്നുള്ള സഭ കൂടിയാണ്. അത്തരത്തിൽ ഈ ദേവാലയത്തിന്റെ കുരിശുമൂട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഹൈവേയുടെ വികസനത്തിനായി എടുക്കുവാൻ തക്കവണ്ണം നിയമിച്ച് 3D അലൈൻമെന്റ് പൂർത്തീകരിച്ച് അത് പണിയുവാൻ തക്കവണ്ണം നാഷണൽ ഹൈവേ അതോറിറ്റി ഉൾപ്പെടെ അത് തീരുമാനിച്ചിരിക്കുകയാണ്. എന്റെ അറിവിൽ ഏകദേശം 35 വർഷങ്ങൾക്ക് മുമ്പ് ഈ 2 ഭാഗങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റി എടുത്തിട്ടുള്ളതാണ്. എന്നാലിപ്പോ നമുക്കറിയാം, ചുറ്റുപാടുകളൊന്ന് കണ്ണോടിച്ചാൽ ഇവിടെ കാട് കയറി മലിനവസ്തുക്കൾ തള്ളപ്പെടുന്ന ഒരു നിലയിലേക്ക് എടുക്കപ്പെട്ട ഈ സ്ഥലങ്ങളായി തീർന്നിട്ടുണ്ട്. എന്നാൽ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഏതോ ഭാഗ്യശക്തിയുടെയോ ഏതോ ഉദ്യോഗസ്ഥരുടെയോ അനാസ്ഥയോ അവരുടെ തിരിച്ചറിവോ ഇല്ലായ്മ മൂലം ഈ പൗരാണികവും ചരിത്രത്തിൽ തന്നെ സ്ഥാനം വിളിച്ചോതുന്നതുമായ ചേപ്പാട് വലിയ പള്ളിയുടെ 90% ഹൈവേയുടെ വികസനത്തിനായി വിട്ടുകൊടുക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ ദുഷ്ടലാക്കുകളിലാണ് ഈ സഭ ഇന്ന് പ്രതികരിക്കുന്നതും ഏറെ വിഷമത്തോടും ഏറെ ദുഃഖത്തോടും കൂടെ ഈ സമരപന്തലിൽ ആയിരിക്കുന്നതും. തീർച്ചയായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ സംബന്ധിച്ച് വർഷങ്ങളായി നീതിയുടെ ഭാഗത്ത് നിലനിൽക്കുമ്പോഴും അനീതികളും സഹിക്കാൻ പറ്റാത്തതുമായ വേദനകൾ കൂടെയാണ് ഈ സഭ കടന്നു പോകുന്നത്.
എന്നാൽ പിതാക്കന്മാർ പഠിപ്പിച്ച പ്രാർത്ഥനയുടെയും സമാധാനപരമായ സൗഹൃദപരമായ നടപടികളിലൂടെ സമരങ്ങളിലൂടെ ഇതിനെല്ലാം അതിജീവിക്കാമെന്ന് പഠിപ്പിച്ച പിതാക്കന്മാരുടെ ശ്രേണിയിൽ കൂടെ കടന്നു പോകുന്ന പരിശുദ്ധ സഭയാണ്. അത്തരത്തിൽ ഈ പരിശുദ്ധ ഇടവക ഇതിന്റെ പൈതൃകം, ഇതിന്റെ സംസ്കൃതി നിലനിർത്തപ്പെടുവാൻ തക്കവണ്ണം ഈ ദേശത്ത് നാനാജാതി മതസ്ഥരായ ആളുകളുടെ പങ്കാളിത്തത്തോടുകൂടി ഇവിടെ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഈ സമരത്തിന് അറുതി ഉണ്ടാകും. ഈ സമരത്തിന് അനുഗ്രഹീതമായ ഒരു പൂർത്തീകരണം ഉണ്ടാകുമെന്ന് ദൈവത്തിൽ വിശ്വസിക്കുകയും അതോടൊപ്പം ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പിതാവിന്റെ മധ്യസ്ഥ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുകയാണ്. അത്തരത്തിൽ ഇന്ന് ആറാം ദിവസത്തേക്ക് തുടരുന്ന ഈ നിരാഹാര സമരം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ യുവജന പ്രസ്ഥാനമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി രാവിലെ മുതൽ യുവജന പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര ജനറൽ സെക്രട്ടറി മലങ്കര സഭയുടെ യുവാക്കൾക്ക് ഏറെ ആവേശം പകരുന്ന ഒന്നിനായ അജി കെ തോമസിന്റെ നേതൃത്വത്തിലും അതുപോലെ പശ്ചിമ മേഖല യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ഒന്നിനായ മനോജ് അച്ഛന്റെയും കേന്ദ്ര സമിതി അംഗവും പശ്ചിമ മേഖല യുവജന പ്രസ്ഥാനത്തിന്റെ മേഖലാ സെക്രട്ടറി ആയിരിക്കുന്ന അബിയുടെയും നേതൃത്വത്തിലൂടെ നിരാഹാരം നടന്നു വരികയാണ്. പ്രത്യേകിച്ച് ഈ ഇടവകയിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുന്ന വന്യനായ വട്ടക്കാട്ടച്ഛൻ അലക്സാണ്ടർ വട്ടക്കാട്ടച്ഛനോടും ഈ ഇടവകയുടെ ഭരണസമിതിയോടും ചേർന്ന് അവർക്ക് ശക്തി പകരുവാൻ, അവരുടെ പ്രയത്നങ്ങൾ പൂർത്തീകരിക്കപ്പെടുവാൻ, സഫലമാക്കപ്പെടുവാൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ യുവജന പ്രസ്ഥാനം എന്നും താങ്ങായി ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ യുവജന പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ നിരാഹാരം അവസാനിക്കുന്ന ഈ വേളയിൽ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്നത് മലങ്കര സഭയുടെ അഭിമാനം ഉപരിയായി നിരണം ഭദ്രാസനത്തിന്റെ അധ്യക്ഷനായി നിരവധി ആതുര സേവന രംഗങ്ങളിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച് അനേകായിരങ്ങൾക്ക് അശരണരും അഗതികളുമായിരിക്കുന്ന അനേകായിരങ്ങൾക്ക് അവർക്കേറെ സ്വാതന്ത്ര്യം പകരുന്ന മലങ്കര യുവതയുടെ ശബ്ദം, മലങ്കര യുവതയുടെ അഭിമാനം, ഞങ്ങളെ പ്രാർത്ഥനയിലൂടെ ആദർശങ്ങളിലൂടെ ദിവ്യമായ അനുഭവങ്ങളിലൂടെ മലങ്കര സഭയുടെ യുവതയെ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ നയിക്കുന്ന അഭിവന്യ ഡോക്ടർ യൂഹാനന്മാർ ക്രിസോസ്റ്റമസ് തിരുമനസ്സുകൊണ്ട് നിരവധി തിരക്കുകൾക്ക് നടുവിലും അഭിവന്യ പിതാവ് ഈ പരിശുദ്ധ ദേവാലയത്തിലേക്കും ഈ സമര പന്തലിലേക്ക് എഴുന്നള്ളി വന്നു. എല്ലാവരുടെയും നാമത്തിൽ ഏറെ ആദരവോടെ ഈ അഭിവന്യ ക്രിസോസ്റ്റമസ് തിരുമനസ്സിനെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗിൽ പ്രത്യേകിച്ച് നിരാഹാരത്തിന് നേതൃത്വം നൽകിയത് വന്യനായ അജി കെ തോമസ് അച്ഛനാണ്. ഞങ്ങൾക്ക് ഏറെ അഭിമാനമാണ്. കാരണം മാവേലിക്കര ഭദ്രാസനത്തിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിയായി, വൈസ് പ്രസിഡന്റായി, അതുവഴി പരിശുദ്ധ സഭയുടെ കേന്ദ്ര യുവജന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. പരിശുദ്ധ ബാവാ തിരുമനസ്സിന്റെയും അഭിവന്യ ക്രിസോസ്റ്റമസ് തിരുമനസ്സിന്റെയും അനുഗ്രഹ ആശീർവാദങ്ങളോടുകൂടെ പരിശുദ്ധ സഭയുടെ എല്ലാ മേഖലകളിലും സജീവ സാന്നിധ്യവുമായി തന്റെ ആരോഗ്യവും തന്റെ എല്ലാ ജീവിതത്തിലെ ചുറ്റുപാടുകളും സഭയ്ക്ക് വേണ്ടി സമർപ്പിച്ച് പ്രവർത്തിക്കുന്ന അതിനായ അജി കെ തോമസ് അച്ഛനെ ഏറെ ആദരവോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ യുവജന പ്രസ്ഥാനം ഏറെ ഐക്യത്തോടെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റായി പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭദ്രാസനത്തിൽ അനുഗ്രഹമായ യുവജനങ്ങൾക്ക് നേതൃത്വം നൽകി മലങ്കര സഭയുടെ യുവതയുടെ വൈസ് പ്രസിഡന്റായി സഭയുടെ ചെറുതും വലുതുമായ എല്ലാ പരിപാടികളിലും എല്ലാ മേഖലകളിലും കടന്നു വന്ന് ഞങ്ങൾക്ക് ആവേശവും ഞങ്ങൾക്ക് വേണ്ട പ്രചോദനം നൽകുന്ന വന്യനായ വർഗീസ് ടി വർഗീസ് അച്ഛനെ ഏറെ ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ യുവജന പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര ട്രഷററായിരിക്കുന്ന ജോജി പി തോമസ് അദ്ദേഹം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ പ്രസംഗിച്ചു. സഭയുടെ എല്ലാ വേദികളിലും ഈ 3 പേരും ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന ചുമതലക്കാര് പ്രത്യേകിച്ച് ജോജി ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും സജീവ സാന്നിധ്യമാണ്. ജോജി പി തോമസിനെയും ഏറെ ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ യുവജന പ്രസ്ഥാനത്തിന്റെ നിരണം ഭദ്രാസനത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന അതിനായ റോബിൻ അച്ഛനും ഏറ്റെടുത്ത യുവജന പ്രസ്ഥാനത്തിന്റെ സാരഥ്യം ഏറ്റെടുത്തു. ആ പ്രസ്ഥാനത്തിന്റെ
യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. പ്രസ്ഥാനത്തിന് സജീവ സാന്നിധ്യമായി ഭദ്രാസനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായ നമ്മുടെ പ്രത്യേകമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. അതോടൊപ്പം തന്നെ ഭദ്രാസന എന്ന പ്രസംഗത്തിന്റെ പ്രത്യേകമായി ആദരവോട് സ്വാഗതം ചെയ്യുക. അതുപോലെ മാവേലിക്കര ഭദ്രാസനത്തിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ ട്രഷററായിരിക്കുന്ന മനു തമ്പ, അതോടൊപ്പം തന്നെ പശ്ചിമ മേഖലയിലെ പ്രത്യേകിച്ച് വിഭാഗത്തിന് മേഖലാ സെക്രട്ടറി കൂടിയായിരിക്കുന്ന നിരാഹാരത്തിന് നേതൃത്വം നൽകുന്ന എബി എബ്രഹാം ഘോഷി, അതോടൊപ്പം തന്നെ യുവജന പ്രസ്ഥാനത്തിന്റെ നിരവധി മേഖലകളിൽ ഈ കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് മാവേലിക്കര ഭദ്രാസനത്തിന് അഭിമാനമായി UAE സോണലിന്റെ കൂടി അവിടുത്തെ ജോയിന്റ് സെക്രട്ടറി സിജു ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായി യുവജന പ്രസ്ഥാന പ്രവർത്തനം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ മാവേലിക്കര ഭദ്രാസന പശ്ചിമ മേഖലയുടെ പ്രസിഡന്റായി ഈ അടുത്ത സമയത്ത് സ്തുത്യർഹമായി സേവനം തുടങ്ങിയിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് ചെറുതും വലിയ കാര്യങ്ങളിൽ തണലായി പ്രവർത്തിക്കുന്ന ഒന്നിനായ മനോജച്ചനെ പ്രത്യേകമായി സ്വാഗതം ചെയ്യും. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം പ്രത്യേകമായി ഈ പള്ളിയുടെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിനത്യുജ്വലമായി മോശയെ പോലെ സേവനം നൽകുവാൻ തക്കവണ്ണം ദൈവം വിളിച്ച് ഏറെ അനുഗ്രഹത്തോടെ പരിപ്രാപ്തി നൽകി ഈ പ്രതിസന്ധികളെല്ലാം ഈ ഇടവയ്ക്ക് താങ്ങും തണലുമാകുവാൻ തക്കവണ്ണം ഏറെ പ്രചോദനം പകരുവാൻ തക്കവണ്ണം അനുഗ്രഹീതമായി ശുശ്രൂഷ നിർവഹിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മുൻ മാനേജിംഗ് കമ്മിറ്റി അംഗവും ഇപ്പോൾ പരിമല കൗൺസിലിംഗിന്റെ ചുമതല മാവേലിക്കര ഭദ്രാസനത്തിന്റെ കൗൺസിലിംഗിന്റെ ചുമതല വഹിക്കുന്ന ഒന്നിനായ ഇടവകയുടെ ആരാധനായ വികാരി ഒന്നിനായ അലക്സാണ്ടർ വട്ടക്കാത്തച്ഛനെ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുക. അതോടൊപ്പം ഇടവകയിലെ യുവജന പ്രസ്ഥാനം, അതുപോലെ തന്നെ ഇടവകയെ ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾ, ഇടവക വൈദികരായിരിക്കും ഒന്നിനായ ലിജോ അച്ഛൻ, അജി അച്ഛൻ ഉൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠർ, ഇടവക യുവജന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ട്രഷറർ അതിന്റെ കമ്മിറ്റി അംഗങ്ങൾ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ നാനാജാതി മതസ്ഥരായ ഇടവകയിലെല്ലാം സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കൃത്യമാക്കി സ്വാഗതം ചെയ്യുന്നു. ഇവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുവാൻ തക്കവണ്ണം യുവജന പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര വൈസ് പ്രസിഡന്റ് ഒന്നിനായ വർഗീസ് ടി വർഗീസ് അച്ഛനെ ഏറെ ആദരവോടെ ക്ഷണിക്കുകയും ചെയ്യും. അഭിനന്ദ തിരുമേനി, യുവജന പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിയായി സ്തുത്യർഹമായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ അങ്ങനെയായ ജിപി തോമസ് അച്ഛൻ, അതോടൊപ്പം അച്ഛനോടൊപ്പം ഇന്ന് നിരാഹാരം അനുഷ്ഠിക്കുന്ന ഭദ്രാസന വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രിയപ്പെട്ട ഷിജി കോശി അച്ഛൻ, എന്റെ സഹപാഠി കൂടിയായിരിക്കുന്ന പശ്ചിമ മേഖലയുടെ പ്രസിഡന്റ് എന്റെ നിരാഹാരത്തോടൊപ്പം പങ്കുചേരുന്ന അങ്ങനെയായ മനോജ് അച്ഛൻ, നിരാഹാരത്തിലായിരിക്കുന്ന കേന്ദ്ര സമിതി അംഗമായിരിക്കുന്ന പ്രിയപ്പെട്ട എബി എബ്രഹാം ഘോഷി, അതോടൊപ്പം സാന്നിധ്യം കൊണ്ട് ഇവിടെ ആയിരിക്കുന്ന ആദരണീയരായ വൈദികരെ, യുവജന പ്രസ്ഥാന പ്രവർത്തകരെ, പ്രത്യേകിച്ച് നിരണം മാവേലിക്കര ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ റീജിയണൽ സെക്രട്ടറി പ്രിയപ്പെട്ട മത്തായി സാർ ഉൾപ്പെടെയുള്ള യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ ഏവർക്കും സ്നേഹവന്ദനം. ഈ സമരത്തിന്റെ പേര് തന്നെ ധർമ്മ സമരം എന്നുള്ളതാണ്. ഒരു ദേവാലയം, പൗരാണികമായ ദേവാലയം, 1000-ലധികം വർഷത്തെ പഴക്കമുള്ള ദേവാലയം, അത് സംരക്ഷിക്കപ്പെടേണ്ടതിന് ദിവസങ്ങളായി നടത്തപ്പെടുന്ന ധർമ്മസമരം. പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, എവിടെയും ധർമ്മം നടത്തിയെടുക്കുക അത്ര സുതാര്യമല്ല. സുതാര്യമായ ഒരിടത്തും ധർമ്മം നടത്തിയെടുത്തിട്ടില്ല. മലങ്കര സഭയുടെ ചരിത്രം തന്നെ അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെയും ഈ ധർമ്മം നാം നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായും ചില വൈതരണികളുണ്ടാകും. പക്ഷേ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ കാലാകാലങ്ങളായി വൈതരണികളെ, ഇനി ലോകത്താകമാനം പരിശോധിച്ചാലും വൈതരണികളെ, പ്രതിസന്ധികളെ അതിജീവിച്ചിട്ട് ഏറ്റവും ഒടുവിൽ വിജയം വരിച്ചിട്ടുള്ളത് ധർമ്മം തന്നെയാണ്.
അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ ഇടവക ധർമ്മത്തിന് വേണ്ടി നടത്തപ്പെടുന്ന ഈ ധർമ്മസമരം വിജയിക്കും, ഇടവക സംരക്ഷിക്കപ്പെടും എന്നുള്ളതിൽ യാതൊരു മാറ്റവുമില്ല. രണ്ടാമത്, ലോകത്താകമാനം പരിശോധിച്ചാൽ പൗരാണികമായ ഏതൊന്നിനെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് പാരമ്പര്യം. പ്രത്യേകിച്ച് ചില വിദേശ രാജ്യങ്ങളിലൊക്കെ നാം കണ്ടിട്ടുള്ളത്, നാം ഓരോരുത്തരും പോയിട്ടുള്ളവരും സന്ദർശിച്ചിട്ടുള്ളവരുമായിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഒരു പൗരാണികമായ മന്ദിരം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ അടുത്തുകൂടെ വികസനം വരുന്നെങ്കിൽ അത് നടുവിൽ നിർത്തിയിട്ട് അതിന്റെ രണ്ട് വശങ്ങളിലായി റോഡുകളെ ക്രമീകരിച്ചിട്ടുള്ള പല രാഷ്ട്രങ്ങളുമുണ്ട്. കാരണം ആ പൗരാണികമായ ചരിത്ര പ്രസിദ്ധമായതിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ലോകം ആർജിച്ചു കൊണ്ടുവരുന്ന ഒരു സംസ്കാരത്തിന്റെ പിന്തുടർച്ചയാണത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ പൗരാണികമായ ദേവാലയം സംരക്ഷിക്കപ്പെടേണ്ടത് ഏറെ അനിവാര്യമായ ഒന്നാണ് എന്നുള്ളത് നാം വിസ്മരിക്കരുത്. അങ്ങനെയെങ്കിൽ അതിനുവേണ്ടി ഏതറ്റം വരെയും ഇത് സംരക്ഷിക്കുവാൻ നാം പോകണം. അങ്ങനെ പോകുന്ന പക്ഷം, നാം മുന്നോട്ട് തന്നെ പോകുന്ന പക്ഷം, പതറാതെ പരാജയപ്പെടാതെ നാം ഉറച്ചു നിൽക്കുന്ന പക്ഷം, ആ പൗരാണിക മന്ദിരങ്ങളെ സൂക്ഷിക്കുന്നതിനുള്ള സംസ്കാരം തീർച്ചയായും നമ്മുടെ നേതൃത്വങ്ങൾക്കും ഉണ്ടാകും. അത് അതേപടി തന്നെ സംരക്ഷിക്കുവാൻ ഉചിതമായ ഒരു തീരുമാനമുണ്ടാകും എന്നുള്ളത് തന്നെയാണ് എന്റെ ചിന്ത. മൂന്നാമത്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാം അറിയേണ്ടത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ എവിടെയാണെങ്കിലും പരിശോധിച്ചു കൊള്ളുക, ദേവാലയത്തിൽ കൈവയ്ക്കാൻ സാധാരണയായി ആരും ധൈര്യപ്പെടാറില്ല. ഇനി അങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും ധൈര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാനിത് വെറുതെ പറയുന്നതല്ല, വസ്തുതയാണ്, അനേക സാക്ഷ്യങ്ങളുണ്ട്. അങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും ധൈര്യപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ അത് പലപ്പോഴും അവർക്ക് ശുഭമായി തീർന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു മഹാപരിശുദ്ധൻ അന്തിയുറങ്ങുന്ന മണ്ണാണിത്. 1000-ലധികം വർഷങ്ങളായി യാമപ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും ഈ ബലിപീഠത്തിൽ നിർവഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അനുഷ്ഠാനം കൊണ്ട് ശാന്തമായ ദൈവിക ശക്തി നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം, സംസർഗം നിരന്തരമായി നടത്തപ്പെടുന്ന ഈ മണ്ണിനെ, ഈ ദേവാലയത്തെ തൊടുവാൻ എനിക്ക് തോന്നുന്നില്ല ആർക്കും ധൈര്യമുണ്ടാകുമെന്ന്. അങ്ങനെ ആരെങ്കിലും തുനിയുന്ന പക്ഷം തീർച്ചയായും യാതൊരു സംശയമില്ല, അതിന്റെ കണക്ക് അവർ ദൈവസന്നിധിയിൽ ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ ദേവാലയം സംരക്ഷിക്കപ്പെടും. പക്ഷേ സംരക്ഷിക്കപ്പെടേണ്ടതിന് നാം മുന്നോട്ട് തന്നെ പോകണം. അധികാരവർഗത്തിലുള്ളവർ തീർച്ചയായും നമ്മുടെ സമരത്തിന്റെ മുഖങ്ങളെ തിരിച്ചറിയും. ഇത് ധർമ്മം നേടിയെടുക്കാനാണെന്ന് തിരിച്ചറിയും. ആത്യന്തികമായ വിജയം നമ്മുടെ പക്ഷത്തായിരിക്കും. ഇടവക ഇനിയും കാലാകാലങ്ങൾ, ലോകാവസാനത്തോളം ഇതുപോലെ സംരക്ഷിക്കപ്പെടുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ സംരക്ഷിക്കപ്പെടുവാൻ സർവേശ്വരൻ ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി എന്റെ ജ്യേഷ്ഠ സഹോദരൻ യുവജന പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വന്യമായ അജി കെ തോമസ് അച്ഛൻ ഉൾപ്പെടെ ഈ പ്രിയപ്പെട്ട വൈദികരും കേന്ദ്രസമിതി അംഗവും അനുഷ്ഠിക്കുന്ന ഈ ധർമ്മ സമരത്തിന്, ഈ ഇടവക ദിവസങ്ങളായി അനുഷ്ഠിച്ചു വരുന്ന ഈ ധർമ്മ സമരത്തിന് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു എളിയ ശുശ്രൂഷകൻ എന്ന നിലയിൽ ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ എല്ലാ ഐക്യദാർഢ്യവും ആശംസകളും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മലങ്കര സഭയുടെ ക്രൈസ്തവ യുവത മുഴുവൻ തീർച്ചയായും ഈ സമരത്തോടൊപ്പമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് UAE നിന്ന് ചുമതലപ്പെട്ടവർ അവരുടെ ഐക്യദാർഢ്യം എന്നെ അറിയിച്ചിട്ടുണ്ട്. അത് രേഖപ്പെടുത്തുവാനായി അവിടെ നിന്നുള്ള സമിതി അംഗം പ്രിയപ്പെട്ട സിജു കടന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒമാനിൽ നിന്ന് ചുമതലപ്പെട്ടവർ, ഒമാൻ സോണലിൽ നിന്ന് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ബിജു കൊന്നപ്പാറ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ലോകത്താകമാനമുള്ള മലങ്കര സഭയുടെ യുവത ഈ ധർമ്മ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ദൈവം ഈ ദേവാലയത്തെ സംരക്ഷിക്കട്ടെ. നാം ഒരിക്കലും പിന്നോട്ട് പോകാതെ മുന്നോട്ട് പോകുക. ദൈവം അനുഗ്രഹിക്കും. എല്ലാവരോടുമുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സഹോദരൻ, യുവജന പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് ഏറ്റവും ആദരണീയനായ വർഗീസ് അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കട്ടെ. ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ ധർമ്മസമരത്തിന്
ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് അഭിമന്യ ക്രിസോസ്റ്റമോസ് തിരുമനസ് തരണം ഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ കൂടിയാണ്. അഭിമന്യ തിരുമേനിയോടൊപ്പം തരണം ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ ഭദ്രാസന സമിതിയുടെ പ്രവർത്തകര് തിരുമനസിനോടൊപ്പം കടന്നു വന്നിട്ടുണ്ട്. ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട റോബിനച്ചൻ, തരണം മാവേലിക്കര ചങ്ങന ഭദ്രാസനത്തിന്റെ കേന്ദ്ര സെക്രട്ടറി പ്രിയപ്പെട്ട മട്ടയ വർഗീസ് സാറ്, ട്രഷറർ പ്രിയപ്പെട്ട ജോജി പി തോമസ്, പ്രിയപ്പെട്ട സെക്രട്ടറി ജിജോ ഐസക് ഉൾപ്പെടെയുള്ള ഭദ്രാസന സമിതി അംഗങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഭദ്രാസനത്തിന്റെ വൈസ് പ്രസിഡന്റ് ഏറ്റവും പ്രിയപ്പെട്ട റോബിനച്ചൻ ഇപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായിരിക്കുന്ന അഭിമന്യ യോഹാനന്മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, യുവജന പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട അജിയച്ചൻ, സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട അജിയച്ചൻ, മാവേലിക്കര ഭദ്രാസനത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഷിജി അച്ചൻ, കേന്ദ്ര ട്രഷററായിരിക്കുന്ന പ്രിയപ്പെട്ട ജോജി, ഈ ഉപവാസ സമരത്തിൽ പങ്കുചേരുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട മനോജൻ, കേന്ദ്ര സമിതി അംഗമായിരിക്കുന്ന എബി എബ്രഹാം കോഷി, ഉദ്ദേശശുദ്ധിയോടുകൂടി നടത്തപ്പെടുന്നതായിട്ടുള്ള സമരങ്ങൾ ഒരിക്കലും ഫലപ്രാപ്തി എത്താതെ പോവുകയില്ല. ഇന്നിവിടെ നടക്കുന്നതായിട്ടുള്ള ഈ നിരാഹാര സത്യാഗ്രഹം അതിന്റെ 6ാമത്തെ ദിവസം ഇവിടെ പൂർത്തീകരിക്കുന്നതായിട്ടുള്ള വേളയിൽ ഈ ചേപ്പാട് പള്ളി അതിപുരാതനമായിട്ടുള്ള പൈതൃകമുറങ്ങുന്ന ഒരു മണ്ണാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. 1000 വർഷത്തോളം പഴക്കമുള്ള അനേക പിതാക്കന്മാരുടെ കണ്ണുനീര് വീണ് അനേക ദൈവമക്കൾ ഇവിടെ പ്രാർത്ഥനയിൽ അഭയം പ്രാപിച്ചതായിട്ടുള്ള ഒരു പള്ളി കേവലം വ്യക്തി താല്പര്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് ചിലരുടെ ലാഭമോഹങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് പൊളിച്ച് മാറ്റപ്പെടുവാനായിട്ടുള്ള ഒരു ദേവാലയമല്ല. തീർച്ചയായിട്ടും ഈ ധർമ്മയുദ്ധം വിജയപഥത്തിൽ എത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ പ്രതിനിധീകരിക്കുന്നത് ഗരണം ഭദ്രാസനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെല്ലാം വന്നുചേർന്നിട്ടുണ്ട്. അഭിമന്യനായിട്ടുള്ള തിരുമേനി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗരണം ഭദ്രാസനത്തിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ എല്ലാവിധമായിട്ടുള്ള ഐക്യദാർഢ്യവും ഈ നിരാഹാര സത്യാഗ്രഹത്തിന് നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ ധർമ്മസമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം യുവജന പ്രസ്ഥാനത്തിന്റെ ഈ മേഖലയിലെ യുവജന പ്രസ്ഥാനത്തെ പ്രതികരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സിജു കടന്നു വന്നിട്ടുണ്ട്. ഈ ദേവാലയ അംഗം കൂടിയാണ്. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന് എല്ലാം അഭിമാനകരമായ പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ മണലാരണ്യ പ്രവർത്തന പ്രദേശങ്ങളിൽ ഈ ക്രൈസ്തവ യുവജന പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എല്ലാ ചുമതലകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റായിരിക്കുന്ന ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്തയുടെ നേതൃത്വത്തിലാണ്. ഈ മേഖലയിലുള്ള പ്രിയപ്പെട്ട സിബോച്ചനെയും അവന്റെയും അതിന്റെ എല്ലാ പ്രവർത്തകരെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ സോണിന്റേതായ എല്ലാ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ഈ മേഖലയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട സിജു ഇപ്പോൾ സംസാരിക്കും. സ്ത്രീയുടെ ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം പ്രസിഡന്റ് അഭിമന്യനായ ക്രിസോസ്റ്റമോസ് തിരുമേനി, ഞങ്ങളുടെ സെക്രട്ടറി അജിയച്ചൻ, മേഖലാ മാവേലിക്കര ഭദ്രാസന പ്രസിഡന്റ് ഷിജി അച്ചൻ, ട്രഷറർ ജോജി പി തോമസ്, മറ്റു ബഹുമാനപ്പെട്ട വൈദികരെ, വിശിഷ്ടാതിഥികളെ, ചേപ്പാട് ദേവാലയത്തിന്റെ മകളായ ഞാൻ മലങ്കര ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ UAE മേഖലയെ പ്രതിനിധീകരിച്ച് എന്റെ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ തീർച്ചയായും അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നിൽക്കേണ്ടതാണ്. പക്ഷേ പരിശുദ്ധനായ ദീവനാഥോസ് തിരുമേനി അന്തിയുറങ്ങുന്ന ഈ പുണ്യഭൂമി
ചരിത്രങ്ങളുടെ കഥ പറയുന്ന പരിശുദ്ധ മദ്ബഹ, എന്നെ ഞാനാക്കി മാറ്റിയ എന്റെ ഈ വിശുദ്ധ ദേവാലയം, ഈ പുണ്യഭൂമി തകർത്തു കളയുവാൻ ചില ശക്തികൾ തയ്യാറായി നിൽക്കുന്നു എന്ന പ്രയാസകരമായ ഒരു അനുഭവത്തിലൂടെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഗ്രീസ് തത്വചിന്തകനായ എപ്പിക്യൂറസ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, "Do not spoil anything by desiring what you do not have." നീ പുതിയതായി ഒന്നിനെ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ നിന്റെ കയ്യിലുള്ള വിലപ്പെട്ട ഒന്നിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാവരുത് ആ നേടിയെടുക്കൽ. അതെ, വികസനം എന്ന് പറയുന്നത് എപ്പോഴും നാടിനും നമ്മുടെ പുതുതലമുറയ്ക്കും അത്യന്താപേക്ഷിതമാണ്. പക്ഷേ പൂർവ്വസൂര്യങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ട് പോയിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുന്ന തിരുശേഷിപ്പുകളെ തച്ചുടച്ചുകൊണ്ടാവരുത് ഏതൊരു വികസനവും. മറിച്ച് അവ ഓരോന്നും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടും സൂക്ഷിക്കപ്പെട്ടുകൊണ്ടുമാകണം ഏതൊരു വികസനവും നടത്തപ്പെടേണ്ടത്. ചരിത്രത്തിന്റെ താളുകളിൽ ചേപ്പാട് എന്ന നാമം എഴുതപ്പെടുമ്പോൾ ആ സ്വർണ്ണലിപികൾക്ക് കാരണമാകുന്ന പ്രധാന ഘടകമായ ചേപ്പാട് വലിയ പള്ളി അത് സംരക്ഷിക്കപ്പെടേണ്ടത് വിശ്വാസി സമൂഹത്തിന്റെ മാത്രമല്ല, മറിച്ച് ചേപ്പാട് നിവാസി എന്ന നിലയിൽ ഓരോ മനുഷ്യരുടെയും ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏത് ശക്തികൾ അത് തച്ചുടയ്ക്കുവാൻ ശ്രമിച്ചാലും ജാതി മതഭേദ വർഗ വ്യത്യാസമില്ലാതെ അതിനെതിരെ പ്രതിഷേധിക്കുന്നത് തന്നെ ചെയ്യും. തീർച്ചയായും ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ UAE മേഖലയിലെ 8 യൂണിറ്റുകളുടെയും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന എന്റെ ഇടവകയായ ഷാർജ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയുടെ പേരിലുമുള്ള ഐക്യദാർഢ്യം ഈ അവസരത്തിൽ ഈ റിലേ സത്യാഗ്രഹത്തിനും എല്ലാ പ്രവർത്തനങ്ങൾക്കും അറിയിച്ചുകൊള്ളുന്നു. ഒപ്പം ഭാരത സംസ്കാരത്തെയും അന്തസ്സത്തെയും പിടിച്ചുണർത്തുന്ന ചേപ്പാട് പള്ളി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന് സത്യാഗ്രഹം നയിച്ച അജികി തോമസ് അച്ഛൻ, ഷിജി അച്ഛൻ, മനോജ് അച്ഛൻ, ഞങ്ങളുടെ സഹോദരൻ എബി എന്നിവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ ഓരോരുത്തരും കൂടെ ഉണ്ടാകുമെന്ന് വികാരിയച്ഛനോട് മറ്റോരോരുത്തരോട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ യുവജന വിഭാഗമാണ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം. ആരാധന, പഠനം, സേവനം എന്നീ ആപ്തവാക്കുകൾ അധിഷ്ഠിതമായി ദൈവകേന്ദ്രീകൃതമായി മനുഷ്യ സ്നേഹത്തോടെ പ്രവർത്തിക്കുന്ന ആധ്യാത്മിക സംഘടനയാണ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം. 2018-ലും 2019-ലും വലിയ പ്രളയവും ഉരുൾപൊട്ടലും കേരളത്തെ വിലങ്ങുവാൻ സംഹാരതാണ്ഡവമാടുവാൻ ശ്രമിച്ചപ്പോൾ അതിന് ശമനമുണ്ടാക്കുവാനും വലിയ സഹായഹസ്തമായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആശയായി, പ്രത്യാശയായി കവളപ്പാറ, പരുത്തിപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ വലിയ സ്വാന്തനമായി തീർന്ന പ്രസ്ഥാനമാണ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം. അതോടൊപ്പം 2020-ൽ ഈ ദേശത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് കാലത്തെ പ്രതിസന്ധികളെ അതിജീവിക്കുവാനൊക്കെ വേണം വലിയ സഹന സമര പോരാട്ടങ്ങളിലൊക്കെ വലിയ പ്രത്യാശയോടുകൂടി നിൽക്കുന്ന പ്രസ്ഥാനമാണ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം. ആ യുവജന പ്രസ്ഥാനത്തിന് കഴിഞ്ഞ 4 വർഷക്കാലമായി ജീവന്റെ ദർശനത്തോടെ പ്രാർത്ഥനയോടെ നേതൃത്വം നൽകുന്ന വ്യക്തിത്വമാണ് ഞങ്ങളുടെ അധ്യക്ഷൻ, ഇതിന്റെ പരമാധ്യക്ഷനായിരിക്കുന്ന അഭിനന്ദ ഡോക്ടർ യോഹന്നാൻ ക്രിസോസ്റ്റമസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട്. ഒന്നിനായ ശിജേച്ചൻ ഓർമ്മപ്പെടുത്തിയതുപോലെ പ്രാർത്ഥനാപൂർവ്വം ജീവകാരന്റെ ദർശനങ്ങളിലൂടെ അതിനപ്പുറം ആദർശപൂർവ്വം മൂല്യമുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് പകർന്നു നൽകുന്ന വലിയ മനുഷ്യ സ്നേഹിയെ, പ്രകൃതി സ്നേഹിയെ, സഭാ സ്നേഹിയെ, ഞങ്ങളെ പരസ്പരം സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന അഭിനന്ദനായ ഡോക്ടർ യോഹന്നാൻ ക്രിസോസ്റ്റമസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുവാനും ഈ പുണ്യഭൂമി സംരക്ഷിക്കുവാനും കാരണം ഞങ്ങളോടൊപ്പം ഇന്ന് തന്റെ വിലയേറിയ സമയം കണ്ടെത്തിയിരിക്കുന്നു. ഈ ധർമ്മസമരം സമാപനം ചെയ്തുകൊണ്ട് അനുഗ്രഹ വാക്കുകൾ സംസാരിക്കുമെന്നൊക്കെ വേണം അദ്ദേഹം തിരുമനസ്സിനെ ഭക്തി ആദരവോടും ക്ഷണിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, സഹോദരായ നാട്ടുകാരെ,
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥനയോടെ ഈ ധർമ്മ സമരത്തിൽ പങ്കാളികളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരും എന്തിനു വേണ്ടി ഈ ധർമ്മസമരം സംഘടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച ഓരോരുത്തരും വ്യക്തമാക്കി. ചേപ്പാട് പള്ളി എന്ന് പറയുന്നത് ചേപ്പാട് പ്രദേശത്തിന്റെ മാത്രം ഒരു ദേവാലയമല്ല. തീർച്ചയായിട്ടും സ്ഥലം ഈ റോഡിന്റെ വികസനത്തിന് വേണ്ടി സർവ്വ സന്തോഷത്തോടെ അത് വിട്ടുകൊടുക്കുവാനുള്ള സന്മനസ് കാണിക്കുകയും അത് അടയാളപ്പെട്ടു പോവുകയും ചെയ്തു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം വിട്ടുകളഞ്ഞും അതെല്ലാം വിസ്മരിച്ചും പുതിയ ചില അളവ് സംവിധാനങ്ങളുമായിട്ട് വന്ന് ദേവാലയത്തിന്റെ സിംഹഭാഗവും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിൽ ഇപ്പോൾ നിൽക്കുന്നു എന്നുള്ളത്. ഞാൻ ഈ വേദിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ അനേകം പ്രാവശ്യം വന്നിട്ടുള്ള ഈ ചേപ്പാട് പള്ളിക്ക് അകത്ത് കയറി അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ വാസ്തവത്തിൽ ചങ്ക തകർന്നുപോയി. ഇത്രയും സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ പരിശുദ്ധന്റെ കബറിന്റെ സ്ഥിതി എന്താകും? ഈ ദേവാലയത്തിന്റെ അവസ്ഥ എന്താകും? ഇതാണ് എന്നെ വേദനിപ്പിച്ച ഒരു സംഗതി. അതുകൊണ്ട് ഇത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രധാന ദേവാലയങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് ഇതിന്റെ പൗരാണികത്വം മാത്രമല്ല, ഒരു പുണ്യപിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു പുണ്യഭൂമി കൂടിയാണ്. ഒരുപക്ഷെ ആദ്യത്തെ അളവിൽ ഒരുങ്ങി നിന്നിരുന്നെങ്കിൽ ഞങ്ങളെ പോലെയുള്ളവരെ ഈ റോഡിൽ ഈ തെരുവിൽ ഇറക്കേണ്ടിയും വരികയില്ലായിരുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ അതിന്റെ വിശദാംശങ്ങളൊന്നും വ്യക്തമായിട്ട് പഠിക്കാത്തതുകൊണ്ട് പറയുവാൻ ആളല്ല. അപ്പോൾ ഒരിക്കൽ നിശ്ചയിച്ചു ഇത്രയും മാത്രം മതി എന്ന് ബോധ്യപ്പെട്ട് ചുമതലപ്പെട്ടവരെ അടയാളപ്പെടുത്തിയെടുത്ത് ഇത്രയും പോരാ, ഇത് വീണ്ടും കൂടെ മുന്നോട്ട് പോകണം എന്നുള്ള പുതിയ അളവും ആഗ്രഹവും വന്നതിന്റെ പിന്നിലുള്ള കാര്യം എന്ത് എന്ന് ഉള്ളതാണ് പ്രശ്നം. അഭിനന്ദനായ യുവാനന്മാർ തിരുമേനി ഈ വേദിയിലേക്ക് വന്നിരിക്കുന്നു. തിരുമേനിയും വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അഭിനന്ദനായ യോഹന്നാൻ റമ്പാച്ചൻ മാലികര സെന്റ് പോൾസ് മിഷൻ ട്രെയിനിങ് സെന്ററിന്റെ മാനേജർ റമ്പാച്ചൻ വന്നിട്ടുണ്ട്. റമ്പാച്ചനെയും വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ COVID-19 പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവർക്കും ഒത്തുകൂടാനുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും രാജ്യത്തിന്റെയും നാടിന്റെയും നിയമങ്ങൾ പാലിക്കുവാൻ ഞങ്ങളും നിർബന്ധിതരാണ്. അത് ഞങ്ങളുടെ സഹപ്രവർത്തകരെയും അണികളെയും ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇന്ന് മലങ്കര സഭയിലെ മുഴുവൻ യുവാക്കളും പ്രത്യേകിച്ച് നാട്ടിലുള്ളവർ വരാൻ സന്നദ്ധരായി ഇവിടെ തടിച്ചുകൂടുവാൻ ഒത്തുമായിരുന്നു എങ്കിലും അവരെ നിരുത്സാഹപ്പെടുത്തിയതിന്റെ കാരണം
ഈ രാജ്യത്തിന്റെ നാട്ടിന്റെ നിയമം നമ്മൾ പാലിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതത്ര നിസ്സാരമാക്കി കാണരുത് എന്ന് അധികാരികളോട് വിനയപൂർവ്വം സ്നേഹപൂർവ്വം എളിമയോടെ ഓർമ്മിപ്പിക്കുകയാണ്. ജോക്കാട് പള്ളി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വികാരമാണ്. കാരണം ഞങ്ങളുടെ ഒരു കുഞ്ഞുപിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യഭൂമിയാണ്. അതുകൊണ്ട് ഇതിന് ചുമതലപ്പെട്ടവർക്ക് വിവേകം ഉണ്ടാകും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. വിവേകം ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ ദിവസങ്ങളിലേക്ക് ഈ നിരാഹാര സമരം നീട്ടിക്കൊണ്ടുപോകാതെയും അനേകരെ തെരുവിൽ ഇറക്കുകയും ചെയ്യാതെ അധികാരികൾ എത്രയും വേഗം ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഇതിന് നേതൃത്വം നൽകിയ എന്റെ സഹപ്രവർത്തകരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ ദേവാലയം ഇത് നഷ്ടപ്പെടാതെ നിലനിർത്തുവാൻ ദൈവം തുണ ചെയ്യട്ടെ. പരിശുദ്ധനായ ചേപ്പാടുമാർ ദൈവന്യാസ തിരുമേനിയുടെ പ്രാർത്ഥന അതിന് മുഖാന്തരമാകട്ടെ. ദേവാലയമാരുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്നവർ ആ പരിശുദ്ധ ഗീവകീയ സഭയുടെ മധ്യസ്ഥനം എക്കാലവും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഈ ചേപ്പാട് വലിയ ഇടവകയുടെ ഈ സഹന സമരത്തിൽ, ധർമ്മസമരത്തിൽ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം അതായത് നിരാഹാരം ഏറ്റെടുത്ത് നടക്കുമ്പോൾ അതിന്റെ പരമാധ്യക്ഷനായിരുന്ന ഈ പ്രസ്ഥാനത്തെ നയിക്കുന്ന ഏവർക്കും വാക്കുകൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ആശ്വാസം പകരുന്ന അഭിമന്യ ഡോക്ടർ യൂഹാനൻ മാർ ക്രിസോസ്റ്റോമസ് തിരുമനസിലേക്ക് എഴുന്നള്ളി വരികയും ഈ ദേവാലയത്തെയും ദേശത്തോടുമുള്ള പ്രത്യേക ആദരവുകൾ അർപ്പിക്കുകയും ചെയ്തു. അഭിമന്യ തിരുമനസിനുള്ള നന്ദി സ്നേഹവും പ്രസ്ഥാനത്തിന്റെ പേരിൽ, ദേശത്തിന്റെ പേരിൽ, ഇടവകയുടെ പേരിൽ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുക. അപ്രതീക്ഷിതമായെങ്കിലും ഏറെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കൊട്ടാരക്കര പുന്നൂർ ഭദ്രാസനത്തിന്റെ അധ്യക്ഷനും അതോടൊപ്പം തന്നെ മിഷൻ ബോർഡിന്റെ ചുമതല വഹിക്കുന്ന അഭിമന്യ ഡോക്ടർ യൂഹാനൻ മാർ തേവോദോറോസ് തിരുമനസ് കൊണ്ട് ഇവിടേക്ക് എഴുന്നള്ളി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെന്റ് പോൾസ് മിഷൻ സെന്ററിന്റെ മാനേജർ കൂടിയായിരുന്ന യൂഹാനൻ റംബാച്ചന്റെ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ യോഗത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് അഭിമന്യ യൂഹാനൻ മാർ തേവോദോറോസ് തിരുമേനി ഇപ്പോൾ സംസാരിക്കുന്നതായിരിക്കും. അഭിമന്യ ക്രിസോസ്റ്റോമസ് തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, അനുഗ്രഹിതരെ, ഇപ്രകാരം ഒരു സഹന സമരത്തിൽ പങ്കുകൊള്ളേണ്ട ഗതികേട് ഉണ്ടായതിൽ വളരെയധികം ദുഃഖിക്കുന്നുണ്ട്. പുരാതനമായ ചേപ്പാട് സെന്റ് ജോർജ് ഇടവകയുടെ മുൻവശത്തുകൂടി അതിനെ പൊളിച്ച് റോഡ് വഴിയിലുള്ള ആസൂത്രിതമായ തീർച്ചയായും ദൈവഹിതത്തിന് വിപരീതമായ ഒന്നാകിയാൽ അത് കൈതൊടുന്നവർക്കെല്ലാം പൊള്ളും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുന്നത് നന്നായിരിക്കും. കാരണം പുരാതനമായി പിതാക്കന്മാർ സൃഷ്ടിച്ചതും ദൈവത്താൽ നടത്തപ്പെടുകയും ആരാധന നടക്കുകയും ചെയ്ത ഈ പുണ്യഭൂമി ഇത് കേവലം മറ്റുള്ളവർക്ക് കളിയാടുവാൻ തക്കവണ്ണമുള്ള ഒരു സന്ദർഭമാക്കി തീർക്കുന്നുവെങ്കിൽ തീർച്ചയായും അതിന്റെ ഫലം അത് അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് യാതൊരു സംശയമില്ല. പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇതിനെ തൊടുന്നവർക്ക് അതിന്റേതായ ഫല ജീവിതം കൊടുക്കും. അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രവണതയിൽ നിന്ന് എല്ലാവരും പിന്തിരിയണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇത് നൂറ്റാണ്ടുകളായി ഇവിടെ ആരാധന നടക്കുകയും ദൈവികമായ കാര്യങ്ങൾ നടക്കുകയും ദൈവത്തിന്റെ പ്രത്യേകമായ സാന്നിധ്യവും പ്രത്യേകമായ ചൈതന്യവും കുടികൊള്ളുന്ന ഈ ദേവാലയത്തിന്റെ അന്തരീക്ഷത്തെ മലിനപ്പെടുത്തുന്ന, പൊളിക്കുന്ന അപ്രകാരമുള്ള പ്രവണതകൾ തീർച്ചയായും എല്ലാവർക്കും കൈകൊള്ളുന്ന സന്ദർഭമാക്കി പരിണമിക്കേണ്ട ഒരു ഗതികേടുണ്ടാക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള ബുദ്ധി അവർക്ക് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഈ സഹന സമരത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഇവിടെ ഈ ദേവാലയം പൊളിക്കാതെ തന്നെ നേരത്തെ ഇതിന്റെ അളവെടുത്തപ്പോൾ പണിയാൻ തക്കവണ്ണമുള്ള സന്മനസ് കാണിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഗവൺമെന്റ് അധികാരികൾ അപ്രകാരം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ഒരു ദേശമായി ദേശം തീരുവാനും അനുഗ്രഹീതമായ നല്ല ആരാധന ഇവിടെ തുടർന്നും നടക്കുവാൻ തക്കവണ്ണമുള്ള അന്തരീക്ഷം ഉണ്ടാക്കുവാനും ഭരണാധികാരികൾ ശ്രമിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് വീണ്ടും ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇവിടെ ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ധാരാളം ആളുകൾ ഇവിടെ കടന്നു വരുവാൻ തക്കവണ്ണം സന്നദ്ധരായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്രകാരം ഇത് കേരളത്തെ മുഴുവനും ബാധിക്കുന്ന ഒരു പ്രസ്ഥാനമായ ഒരു സമര വേദിയായിട്ട്
തീരുമാനക്കൊള്ളം ഇടയാകുന്ന ഒരു സന്ദർഭം ഉണ്ടാകാതെ ഭരണാധികാരികൾക്ക് ജാഗ്രതയോടുകൂടി പ്രതികരിക്കണം എന്ന് പ്രത്യേകമായിട്ട് വീണ്ടും ഓർപ്പിക്കുന്നു. ദൈവനമ്പുരാന്റെ പ്രത്യേക സാന്നിധ്യവും നടത്തിപ്പും ഇക്കാര്യങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. കാരണം ഇതൊരു പുണ്യഭൂമിയാണ്. ഈ പുണ്യഭൂമിയെ മലീമസപ്പെടുത്തുന്ന ഏതൊരു ശക്തിക്കും നിലനിൽക്കാൻ സാധിക്കാത്ത വിധം ഛിന്ന ഭിന്നമായി പോകുന്നുള്ള സംശയമില്ല. ഇത് അനുഗ്രഹീതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടും. അതിന് ദൈവനമ്പുരാന്റെ തുണയും ചെയ്യും. അതുകൊണ്ട് ഈ ഭരണാധികാരികളുടെ മനസ്സ് ഒന്ന് ജാഗ്രതപ്പെടുവാനും ഈ ദേവാലയം ഇതുപോലെ തന്നെ നിലനിന്ന് കാണുവാൻ തക്കവണ്ണം ഇടയാകുമെന്ന സന്ദർഭം ഉണ്ടാക്കണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവനമ്പുരാൻ ഈ സഹനസമരത്തിന് എല്ലാവിധമായ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കും. ദേവാലയം അനേകം ആളുകളുടെ പ്രാർത്ഥനയും കണ്ണുനീരുകളും വീണ് ഇടമാകുന്നുണ്ട്. അത് മറ്റുള്ളവരുടെ വാക്കുകൾക്കോ ഉദ്യോഗസ്ഥ താല്പര്യങ്ങൾക്കോ വശംവദരായി ദേവാലയത്തോട് അതിന്റെ നന്മയോടെ പ്രതികരിക്കുന്നവർക്ക് വിപരീത അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് പൂർവിക പലരുടെ അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ ദേവാലയം സമാധാനപരമായി മുന്നോട്ട് പോകാൻ തക്കവണ്ണം അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് അനുഗ്രഹീതമായ സന്ദേശം നൽകിയ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കൊട്ടാരക്കര പുനർ ഭദ്രാസനാധിപൻ അഭിനന്ദൻ ഡോക്ടർ യൂഹാനൻ മാർ തേവോദോറസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഈ 6 ദിവസം ഏകദേശം സമാപനത്തിലേക്ക് വരുമ്പോൾ 6 ദിവസങ്ങളായി 2 മെത്രാപ്പോലീത്തമാരുടെ സാന്നിധ്യം, മലങ്കര സഭയുടെ കർമ്മധീരരായ യുവന പ്രസ്ഥാന പ്രവർത്തകരുടെ നിരവധി വിവിധ ഭദ്രാസനങ്ങളുടെ സാന്നിധ്യം ഇന്ന് ഏറെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഈ വേദി വളരെ സമ്പുഷ്ടമായിരുന്നു. പ്രത്യേകമായ ആദരവ് അർപ്പിച്ചുകൊണ്ട് ഇടവകയുടെ ഈ കാര്യങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുകയും ഈ ദേവാലയത്തിന് അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുന്ന അഭിനന്ദനായ അലക്സാണ്ടർ വട്ടക്കാട്ടച്ചൻ സംസാരിച്ച് അതോടൊപ്പം അതിനുശേഷം ഈ പശ്ചിമ മേഖലയുടെ മേഖലാ സെക്രട്ടറി ആയിരിക്കുന്ന നിരാഹാരത്തിൽ പങ്കുചേരുന്ന എബി എബ്രഹാം കോശി ഇതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മീറ്റിംഗ് ഇവിടെ സമാപിക്കുന്നതും ആയിരിക്കും. അഭിനന്ദരായ പിതാക്കന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, യുവജന പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര ഭാരവാഹികൾ, ഭദ്രാസന ഭാരവാഹികൾ, മേഖലയുടെ ഭാരവാഹികളെ, ഇടവക ജനങ്ങളെ, ഇടവക ട്രസ്റ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ഇങ്ങനെ ഒരു തരത്തിലേക്ക് ദേവാലയത്തിൽ ആരാധനകൾ നിർവഹിക്കുമ്പോൾ പലപ്പോഴും ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളുടെ ഒരു അസ്വസ്ഥതകൾ ഈ ദേവാലയത്തെ പലപ്പോഴും ഭാരപ്പെടുത്തി നമ്മുടെ ആധ്യാത്മികതയെ ഭംഗപ്പെടുത്താറുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെ നാഷണൽ ഹൈവേക്ക് അഭിമുഖമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റേജ് ഇട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും എന്ന് ഞങ്ങളാരും വിചാരിച്ചതല്ല. സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. പക്ഷെ 6 ദിവസമായി ഇവിടെ വരുന്ന ഓരോ പ്രസ്ഥാനങ്ങളുമായി അതിന്റെ വിവിധ കർമ്മ പദ്ധതികളുമായി ചേർന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ദേവാലയത്തിന്റെ മുന്നിലൂടെ പോകുന്ന എല്ലാവരും ഈ കുരിശിൻ തൊട്ടിയിൽ കൊണ്ട് വണങ്ങി പ്രാർത്ഥിച്ചു പോകുന്നത് ഞങ്ങൾ വളരെ നിശബ്ദമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല. ആരാധനാലയത്തെ വണങ്ങുന്ന ഒരു വലിയ പാരമ്പര്യം ഭാരതത്തിന് പൈതൃകമായി ലഭിച്ചിട്ടുള്ളതാണ് എന്നുള്ളതിൽ സംശയമില്ലാത്ത ഒരു കാര്യമാണ്. അപ്രകാരം വളരെ പൗരാണികമായ ദേശീയപാതയിൽ വളരെ അനുഗ്രഹീതമായ പൈതൃകത്തോടെ നിൽക്കുന്ന ഒരു ദേവാലയത്തെ തച്ചുടയ്ക്കാനുള്ള നീക്കങ്ങളെ കുറിച്ച് അതിന്റെ ചില പ്രവണതകൾ വന്നപ്പോൾ തന്നെ കേരള സർക്കാരിന്റെ അധികാരികളുമായി ഭരണസീമകളിൽ ഇരിക്കുന്ന എല്ലാവരുമായി എല്ലായ്പ്പോഴും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. വളരെ ഭേദത്തോടെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ ഓർമ്മിപ്പിക്കട്ടെ, അന്ന് രാവിലെ വരെയും എല്ലാ ഭരണാധികാരികളിൽ നിന്നും ലഭിച്ച ഉറപ്പ് ദേവാലയത്തെ തൊടുകയില്ല, അത് ഒരു കാലത്തും അത് മതേതര സ്വഭാവമുള്ള ഒരു സർക്കാരിന്റെ പ്രവണതയല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട് ഇവിടെ കൂടി നിന്ന ജനത്തെ വളരെ ഇളിപ്പിലാക്കിക്കൊണ്ടാണ് ദേവാലയത്തിന്റെ നടുക്കുകൂടെ അതിന്റെ അളവ് പിടിക്കുന്നത് കണ്ടത്. ഒരുപക്ഷെ 2-3 മണിക്കൂർ ഞങ്ങൾ പ്രതിരോധം സൃഷ്ടിച്ചു. ഓരോ നിമിഷവും ഇവിടെ 2-3 പോലീസുകാര് ഇങ്ങനെ വന്ന് ചേർന്ന് അവസാനം ഒരു വലിയ വണ്ടി, നമ്മൾ ഇടിവണ്ടി, ഇഡി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു വണ്ടി വരെ കൊണ്ടുവരേണ്ട എന്ത് ആവശ്യമാണ് ഈ ഒരു സംരംഭത്തിനുള്ളത് എന്ന്
നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇതിൽ ചർച്ചകൾ അനിവാര്യമല്ലേ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. പ്രത്യേകമായിട്ട് ഒരു അലൈൻമെന്റ് കഴിഞ്ഞതാണ്. അത് ഈ ദേവാലയത്തിന്റെ കുരിശൻ തൊട്ടിയുടെ മുന്നിൽ മാത്രമേ ആ അലൈൻമെന്റ് അതിലൂടെ പോവുകയുള്ളൂ എന്ന് വ്യക്തമായ രേഖകൾ ഈ ദേവാലയത്തിന്റെ കയ്യിലുണ്ട്. ആർക്കും, ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ, ഒരു ജനകീയ കോടതി പോലെ ആർക്കും ഇതിന്റെ രേഖകൾ പരിശോധിക്കാം. ഇവിടെ വരുന്ന എല്ലാവർക്കും ഇതിനെ ബ്രീഫ് ചെയ്തുകൊണ്ടൊരു ഒരു നോട്ടീസ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ പരിശോധിക്കാം, നെറ്റുകൾ പരിശോധിക്കാം. ഇതിന്റെ അലൈൻമെന്റുകളെ കുറിച്ച് ഇതുവരെ നിർവഹിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിക്കാം. ഇവിടെ വർഷങ്ങളായി നടക്കുന്ന ഈ പ്രവണതകളില് എലിവേറ്റഡ് ഹൈവേ ഇവിടെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, ധാരാളം കാര്യങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനത്തിലേക്ക് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ കഴിഞ്ഞ ഒരാഴ്ചയായി പള്ളിയെ ദുരിതപൂർണമായ അവസ്ഥയിലേക്ക് എത്തിച്ചതിന്റെ ഉത്തരവാദികൾ കണ്ണു തുറക്കണമെന്ന് മാത്രം ഈ സമയം ഓർമ്മിപ്പിക്കുകയാണ്. അരിസ്റ്റോട്ടിൽ വളരെ മനോഹരമായി പറയുന്ന ഒരു മോട്ടിവേഷൻ ഭാഗം എന്റെ ചിന്തയിൽ പലപ്പോഴും വരാറുണ്ട്. ഒരു മനുഷ്യന് പാമ്പന്റെ കുഞ്ഞിനെ എടുത്ത് വളർത്തി, ആ കുഞ്ഞ് വളർന്നു വലുതായി, അതിൽ നല്ല നീളവും വീതിയൊക്കെയായി, അതിൽ നല്ലവണ്ണം ഭക്ഷണം കൊടുക്കുന്നു. പക്ഷേ അതൊരു ദിവസം ക്ഷീണിതനായി ആ പാമ്പ് ഇങ്ങനെ അത് കൊടുക്കുന്ന പാലും അത് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഉടമയോട് ചേർന്ന് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. 2-3 ദിവസം അതിങ്ങനെ ക്ഷീണിച്ച് കിടന്നു. അപ്പോ അവർക്ക് മറ്റുള്ള അതിന്റെ ഉടമയായ ആളുകൾ സംശയം, എന്താണ് ഇതിന്റെ രോഗത്തിന്റെ സ്വഭാവം? ചിന്തകനായ അരിസ്റ്റോട്ടിലിന്റെ അടുക്കൽ ചെന്ന് പറയുന്ന ഒരു നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അരിസ്റ്റോട്ടിൽ തെളിഞ്ഞു പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ പോലും ഒരുപക്ഷെ അപകടത്തിന് കാരണമായി തീരാം. ഈ പാമ്പ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ നീളത്തിനനുസരിച്ച് നീണ്ടു കിടക്കുകയാണ്. 2-3 ദിവസം പട്ടിണി കിടന്നിട്ട് ആർജവത്വത്തോടെ നിങ്ങളെ വിഴുങ്ങുന്നതിനുള്ള ഒരു ശ്രമമാണ് എന്ന് അവിടെ പറയുന്നു. അതുകൊണ്ട് ഞാനിവിടെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇവിടെ എക്യുമെനിസം പറയും, ഇവിടെ സൗഹൃദങ്ങൾ പറയും, ഇവിടെ പലതും പറയും, പൊതുവേദികളിൽ ചേർന്ന് നിൽക്കും, പലതും പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മിനുക്കിയൊക്കെ പറയും. പക്ഷേ വിഴുങ്ങാൻ നിൽക്കുന്ന ഒരു അനുഭവം ഇവിടെ നഷ്ടമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. മലങ്കര സഭയുടെ ശൗര്യമുള്ള മക്കൾ അതിലൊരിക്കലും ഞങ്ങളുടെ രക്തത്തിൽ കൂടെ അല്ലാതെ ഈ പള്ളി ഒളിക്കാൻ സാധ്യമല്ല. അതിലേത് അധികാരികൾ തന്നെയാണ് മുന്നോട്ട് വന്നാലും അതിന് മതശിവാന്തം എതിർക്കുമെന്നുള്ളത് ഈ സമയം ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് യുവജന പ്രസ്ഥാനത്തിന്റെ ഈ കർമ്മ ധീരരായ മക്കൾ അഭിമന്യ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ, വന്ദരായ വൈദിക ശ്രേഷ്ഠരുടെ നേതൃത്വത്തിൽ ഇന്ന് നടത്തിയ സഹന സമരത്തിന് അങ്ങേയറ്റം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി സമർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മലങ്കര സഭ നീണാൽ വാഴട്ടെ. ജയ് ജയ് കാതോലിക്കോസ്, ജയ് ജയ് കാതോലിക്കോസ്. ഇടവകയുടെ വേദനകൾ പങ്കുവച്ചുകൊണ്ട് ഒറ്റയ്ക്കാട്ടച്ഛൻ സംസാരിച്ചു. ഈ വേദനകളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ അനുഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിനാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് ഇവിടെ സമാപിക്കുകയാണ്. പ്രത്യേകമായി നാളെ ഞായറാഴ്ചയാണല്ലോ, ഇന്ന് സന്ധ്യാനമസ്കാരം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വൈദികർക്കും പിന്നെ പിതാക്കന്മാർക്കും ദേവാലയങ്ങൾ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. പ്രത്യേകമായി ഈ സഹന സമരം ഇവിടെ നിർവഹിക്കപ്പെടുമ്പോൾ ഈ മാവേലിക്കര ഭദ്രാസന യുവജന പ്രസ്ഥാനം ഏറെ നേതൃത്വം നൽകി. അതിന് അജിക്ക് തോമസ് അച്ഛൻ എല്ലാ കാര്യം കൂടെയുണ്ട്. അതോടൊപ്പം തന്നെ ഭദ്രാസന സെക്രട്ടറി ജോജി, ട്രഷറർ മനു തമ്പാൻ, എന്റെ ചുമതലക്കാര്, കേന്ദ്രസമിതി അംഗങ്ങൾ, പ്രത്യേകിച്ച് പശ്ചിമ മേഖല നേതൃത്വം നൽകി. ഞാനിപ്പോൾ പ്രത്യേകിച്ച് 1 മാസം മാത്രമേ ആയിട്ടുള്ളൂ ഇവിടുത്തെ പുതിയ ചുമതലക്കാരെ നിയമിച്ചിട്ട്. പശ്ചിമ മേഖലയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ഒന്നിനെ മനോജിച്ചതാണ്. എല്ലാ കാര്യത്തിലും സജീവമായ സാന്നിധ്യമായി നമ്മോടൊപ്പമുണ്ട്. അച്ഛനെയും നേതൃത്വം നൽകുന്ന എഡിയും പ്രത്യേകമായി ആദരവുകൾ സമർപ്പിക്കുകയാണ്. ഈ മീറ്റിംഗിന് ഔദ്യോഗികമായി നന്ദി സമർപ്പിക്കുവാൻ തക്കവണ്ണം പശ്ചിമ മേഖലയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിയും അതുപോലെ കേന്ദ്രസമിതി അംഗവുമായിരിക്കുന്ന എ ബ്രാങ്കോസിയെ ക്ഷണിക്കുകയും ചെയ്യും. അഭിമന്യരായ പിതാക്കന്മാരെ, അഭിമന്യരായിട്ടുള്ള വൈദികരെ, അഭിമന്യരായിട്ടുള്ള യുവജന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ, ഈ ഇടവകയുടെ ബഹുമാന്യരായിട്ടുള്ള അംഗങ്ങളെ, ട്രസ്റ്റി, സെക്രട്ടറി, വികാരി ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, മലങ്കര സഭയുടെ യുവജന പ്രസ്ഥാനം ഇങ്ങനെ ഒരു സമരം ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ വളരെ ചെറിയ നിലയിൽ
അത് ഏറ്റെടുക്കണമെന്നും കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് പോകേണ്ടതുകൊണ്ട് അധികം ആളുകളെ ഇതിനകത്ത് പങ്കെടുപ്പിക്കരുതെന്നും ആദ്യമേ തന്നെ ഒരു ധാരണയിൽ എത്തിയിരുന്നു. എന്നാൽ മലങ്കര സഭയുടെ ഈ പ്രദേശത്തെ മുഴുവൻ ഭദ്രാസനങ്ങളുടെയും പിന്തുണ ഈ സമരത്തിന് മാവേലിക്കര ഭദ്രാസനത്തിനും പശ്ചിമമേഖലയ്ക്കും ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ മാവേലിക്കര ഭദ്രാസനം നോക്കിക്കാണുകയാണ്. കേന്ദ്ര നേതാക്കന്മാരുൾപ്പെടെ ഭദ്രാസന നേതാക്കന്മാരുൾപ്പെടെ യൂണിറ്റുകളിൽ നിന്നുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരുൾപ്പെടെ എല്ലാവരും ചേർന്ന് ചേപ്പാട് പള്ളിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സഹന സമരം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും നമുക്കെല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഈ യുവജന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ചേപ്പാട് പള്ളി പൊളിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള നീക്കവും മലങ്കര സഭയോ യുവജന പ്രസ്ഥാനമോ അംഗീകരിക്കുകയില്ല എന്ന വലിയ പ്രഖ്യാപനം ഞങ്ങളിവിടെ നടത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ചേപ്പാട് മാർ ദിവന്നാസിയോസ് എന്ന മലങ്കര മെത്രാപ്പൊലീത്തായുടെ സത്യവിശ്വാസ സംരക്ഷകനായിരുന്ന ഞങ്ങളുടെ പിതാവിന്റെ കബറിടം നിലകൊള്ളുന്ന പുണ്യഭൂമിയാണ് ഇത്. ചേപ്പാട് മാർ ദിവന്നാസിയോസ് എന്ന് പറയുമ്പോൾ ആ നാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ആ പിതാവ് മലങ്കര ഓർത്തഡോക്സ് സഭ ഇന്ന് കാണുന്ന സഭയുടെ മാത്രം പിതാവല്ലായിരുന്നു. ഈ സഭയിൽ നിന്ന് തിരിഞ്ഞുപോയ അനേകം സഭകളുടെ പിതാവായി നിലകൊണ്ട ഒരു വലിയ പിതാവാണ് ചേപ്പാട് മാർ ദിവന്നാസിയോസ്. ആ കബറിടത്തിന് നേരെ വരുന്ന ഓരോ കൈകളും ഈ സഭയ്ക്കെതിരെ മാത്രമല്ല, കേരളത്തിലെ ക്രൈസ്തവ ചരിത്രത്തിന് നേരെ തന്നെയാണ് അവരുടെ കൈ ഉയർത്തുന്നത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഈ നീക്കത്തെ, ചേപ്പാട് പള്ളിയുടെ പകുതി പൊളിച്ച് ഈ പള്ളിയെ നശിപ്പിച്ച് ഈ ചരിത്രത്തെ ഇല്ലായ്മ ചെയ്ത് ഞങ്ങളുടെ പൈതൃകത്തിന്റെ സംശയമായി നിൽക്കുന്ന ഈ പുണ്യഭൂമിയെ ഇല്ലായ്മ ചെയ്യാൻ നടത്തുന്ന ഓരോ നീക്കവും ഈ ഇടവകയോടൊപ്പം ചേർന്ന് നിന്ന് എന്ത് വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കുമെന്ന് ഈ മണ്ണിൽ നിന്ന് ഇവർക്കെല്ലാം വേണ്ടി ഞങ്ങളുടെ യുവജന പ്രസ്ഥാനത്തിന്റെ മുഴുവൻ സഹപ്രവർത്തകർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഇടവകയെ അറിയിക്കുകയാണ്. എന്ത് സമരത്തിനും ഞങ്ങളൊപ്പമുണ്ട്. ഞങ്ങൾക്കറിയാം നിങ്ങൾ സഹിക്കുന്ന വേദന. ആ 2 മണിക്കൂർ എന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ട് ഇവിടെ സ്ഥലമെടുക്കാൻ വന്നപ്പോൾ ഈ ഇടവകയുടെ ജീവിതം 2 മണിക്കൂറായിരുന്നുവെങ്കിൽ അവരാ സമയം കൊണ്ട് അനുഭവിച്ച കഷ്ടത എത്രമാത്രം വലുതാണെന്ന് ഞങ്ങൾക്കറിയാം. ഈ ഇടവകയോട് ഞങ്ങളുടെ ഐക്യദാർഢ്യം, ഞങ്ങളുടെ സ്നേഹം, ഞങ്ങളുടെ പിന്തുണ അറിയിക്കുന്നു. എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഏറ്റവും അഭിമാന്യനായിട്ടുള്ള ക്രിസോസ്റ്റമോസ് തിരുമേനി തിരുമനസ്സുകൊണ്ട് യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് പദം ഏറ്റെടുത്തപ്പോൾ മുതൽ ഞങ്ങളെയൊക്കെ ഏറെ വാത്സല്യത്തോടെ കരുതുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്ത് മുൻപോട്ട് പോകുന്ന അഭിമന്യ പിതാവാണ്. ഞങ്ങൾക്ക് വേണ്ട പ്രചോദനവും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ശാസനകളും നൽകി ഞങ്ങളെ നയിക്കുന്ന പിതാവാണ്. അഭിമന്യ പിതാവിനോട് ഈ സമ്മേളനത്തിൽ വന്ന് ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്തതിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് ഈ സമ്മേളനത്തിലേക്ക് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള അതിഥി നമുക്ക് കടന്നു വന്നു. മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ഹേവോദോറോസ് തിരുമേനിയാണ്. അഭിമന്യ തിരുമേനി നമ്മുടെ പശ്ചിമമേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയങ്കരനായ ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ജോണച്ചനായിരിക്കുമ്പോൾ, കാർത്തികപ്പള്ളി കത്തീഡ്രലിലെ വികാരിയായിരിക്കുമ്പോൾ മുതൽ എനിക്ക് അഭിമന്യ തിരുമേനിയുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നതാണ്. തീർച്ചയായും ഞങ്ങളുടെ ഈ സഹന സമരത്തിൽ വന്ന് പങ്കെടുത്ത് ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളോടുള്ള കരുതൽ അറിയിക്കുകയും ചെയ്ത അഭിമന്യ പിതാവിനോടുള്ള സ്നേഹവും വാത്സല്യവും അറിയിക്കും. ഈ യോഗത്തിന്റെ ഈ അഭിമന്യ റമ്പാച്ചന്റെ സാന്നിധ്യവും ഞങ്ങൾക്ക് ഏറെ സന്തോഷകരമാണ്. ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്ന അഭിമന്യ റമ്പാച്ചനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ സമരത്തിന് ഇന്ന് നേതൃത്വം കൊടുത്തത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര ജനറൽ സെക്രട്ടറി വന്യനായിട്ടുള്ള അജി കെ തോമസ് അച്ഛനാണ്. ഞങ്ങളുടെ വളർച്ചയുടെ ചെറുപ്പകാലം മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് വേണ്ട പിന്തുണകളും പ്രോത്സാഹനങ്ങളും നിർദ്ദേശങ്ങളുമായി ഞങ്ങളെ ഉയർത്തുകയും വളർത്തുകയും ഒക്കെ ചെയ്ത ഒരു വന്യദേഹമാണ്. ഞങ്ങൾക്ക് എന്നും പിന്തുണയായിട്ട് ഒപ്പം നിന്നിട്ടുള്ള ഒരു വന്യ വൈദിക ശ്രേഷ്ഠനാണ്. അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇങ്ങനൊരു ആശയം മുൻപോട്ട് വെച്ചപ്പോൾ തന്നെ അച്ഛൻ മുമ്പോട്ട് വന്നത് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. തീർച്ചയായും അച്ഛനോടുള്ള സ്നേഹവും കടപ്പാടും ഈ യോഗത്തിന് വേണ്ടി അറിയിക്കുന്നു. വന്യനായിട്ടുള്ള ഷിജി അച്ഛൻ യുവജന പ്രസ്ഥാനത്തിന്റെ മാവേലിക്കര ഭദ്രാസനത്തിന്റെ മുഖമായി ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കരുതലും ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണയും നൽകി യുവജന പ്രസ്ഥാനത്തെ ഒരു കാരുണ്യത്തിന്റെ പാതയിലൂടെ നയിച്ച് ഒട്ടനവധി നൂതനമായിട്ടുള്ള ആശയങ്ങൾ ഏറ്റെടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന വന്യനായിട്ടുള്ള ഷിജി കോശിയത്തിനെ ഏറെ ആദരവോടെ സ്നേഹത്തോടെ ഈ യോഗത്തിന്റെ നന്ദി അറിയിക്കുന്നു. മനോജ് അച്ഛൻ
ഈ പശ്ചിമ മലയാള ചുമതല ഏറ്റെടുത്തിട്ട് 1 മാസമേ ആകുന്നു. എങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയുമായി അച്ഛനൊപ്പമുണ്ട്. ഈ സമ്മേളനത്തിന്റെ ഒക്കെ ക്രമീകരണങ്ങൾക്ക് വളരെ ദിവസങ്ങളായിട്ട് ഞങ്ങളുമായിട്ട് ആശയങ്ങൾ പങ്കുവെക്കുകയും ഞങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്തു. അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ യുവജന പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര വൈസ് പ്രസിഡന്റ് ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള വർഗീസ് ടി വർഗീസ് അച്ഛൻ നമുക്കറിയാം തിരുവനന്തപുരത്ത് നിന്നാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായിട്ട് വരുന്നത്. അച്ഛന്റെ ആ ഒരു സമയം, ആ ക്രമീകരണങ്ങളെല്ലാം ഈ സഭയ്ക്ക് വേണ്ടിയിട്ട്, ചേപ്പാട് ദേവാലയത്തിന് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം മാറ്റിവെച്ചിരിക്കുകയാണ്. അച്ഛനോടുള്ള ഹൃദയപൂർവമായ നന്ദി ഈ യോഗത്തിന് വേണ്ടിയിട്ട് അറിയിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള യുവജന പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര ട്രഷറർ പ്രിയപ്പെട്ട ജോജി പി തോമസ്, അദ്ദേഹം ഇപ്പൊ 2ാമത്തെ തവണയാണ് ഇന്ന് ഹരിപ്പാടിന് വരുന്നത്. രാവിലെ ഒരു വ്യക്തിപരമായ ആവശ്യത്തിന് വന്നു, അദ്ദേഹം തിരിച്ചുപോയി. വീണ്ടും നമുക്ക് വേണ്ടിയിട്ട്, നമ്മളെ കാണുന്നതിന്, നമ്മുടെ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട ജോയിച്ചാനോട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ സഹകരണവും പിന്തുണയും നൽകുന്നതിനുള്ള നന്ദി, സ്നേഹം അറിയിക്കുന്നു. വന്യനായിട്ടുള്ള റോബിനച്ചൻ, നിരണം ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട റോബിനച്ചന്റെ നേതൃത്വത്തിൽ, പ്രിയപ്പെട്ട ജിജോച്ചാന്റെ നേതൃത്വത്തിലൊക്കെ ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്ന നിരണം ഭദ്രാസനത്തിന്റെ യുവജന പ്രസ്ഥാനത്തോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഈ യുവജന പ്രസ്ഥാനത്തിന്റെ റീജിയണൽ സെക്രട്ടറി പ്രിയപ്പെട്ട മത്തായി സാറ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു ഗുരുസ്ഥാനീയനായിട്ടുള്ള വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും നല്ല ആശയങ്ങളുമായിട്ട് ഞങ്ങൾ എന്നും പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട മത്തായി സാറിനെ ഈ സമ്മേളനത്തിലേക്ക് നന്ദിയോടെ കാണുന്നു. പ്രിയപ്പെട്ട ഈ ഇടവകയുടെ വികാരി വന്യനായിട്ടുള്ള അലക്സാണ്ടർ വട്ടക്കാട്ടച്ചൻ, വ്യക്തിപരമായിട്ട് എനിക്കറിയാം അച്ഛൻ ഈ ദിവസങ്ങളിൽ എടുക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും എന്തുമാത്രമാണെന്നുള്ളത്. തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലം സ്വർഗം തരട്ടെ എന്ന ഒരൊറ്റ പ്രാർത്ഥനയോടെ ഞങ്ങൾ ഇന്നിവിടുന്ന് പിരിഞ്ഞു പോവുകയാണ്. അച്ഛാ, എന്താവശ്യത്തിനും ഏത് സമയത്തും ഈ യുവജന പ്രസ്ഥാനത്തെ അച്ഛനെ വിളിക്കാം. ഞങ്ങളൊക്കെ അച്ഛൻ വളർത്തിക്കൊണ്ടുവന്ന യുവജന പ്രസ്ഥാനങ്ങളാണ്. അമേരിക്കൻ ഭദ്രാസനത്തിന്റെ വൈസ് പ്രസിഡന്റായി കർമ്മ നേതൃത്വം, വളരെ ശക്തമായ നേതൃത്വം കൊടുത്ത വന്യ വൈദിക ശ്രേഷ്ഠനാണ്. അച്ഛന് എല്ലാവിധ പിന്തുണയും നൽകുന്നു. അച്ഛന് ഈ സമ്മേളനത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ യുവജന പ്രസ്ഥാനത്തിന്റെ ട്രഷറർ പ്രിയപ്പെട്ട മനു തമ്പാൻ രാവിലെ മുതൽ ഈ സമ്മേളനത്തോടൊപ്പം ഉണ്ട്, ഞങ്ങളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോടുള്ള വളരെ സ്നേഹപൂർവമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അതിനുശേഷം ഞാൻ നന്ദി അറിയിക്കേണ്ടത് തീർച്ചയായിട്ടും ഈ ഇടവകയോടാണ്, ഈ ഇടവകയുടെ യുവജന പ്രസ്ഥാനത്തോടാണ്. തീർച്ചയായിട്ടും ഈ ഇടവക എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രസ്റ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, അവർ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എത്ര ദിവസമായി എത്രോരം കഷ്ടപ്പെടുന്നു എന്നുള്ളത് ഇവിടുത്തെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ തിരുവനന്തപുരത്തിന് പോകണം, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റൊരിടത്ത് പോകണം. ഓട്ടമാണ്. ആ ഓട്ടത്തിനോടൊപ്പം ഇവിടെയുള്ള ക്രമീകരണങ്ങളുടെ മേൽനോട്ടം അവർ തന്നെ വഹിക്കണം. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ട് ഈ ദേവാലയത്തിന് വേണ്ടിയിട്ട് അവർ അനുഭവിക്കുകയാണ്. അതിന്റെ നന്മ തീർച്ചയായിട്ടും അവരുടെ തലമുറകൾക്ക് ലഭ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവർക്കും ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഇടവകയുടെ യുവജന പ്രസ്ഥാനം, ഞാൻ മുമ്പേ ഷിജിയച്ചനോട് പറയുകയായിരുന്നു, ഈ ഇടവകയിലേക്ക് ഞങ്ങൾ വരുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഒന്നെങ്കിൽ പെരുന്നാള്, അല്ലെങ്കിൽ ക്രിസ്മസ് പ്രോഗ്രാം, അല്ലെങ്കിൽ മറ്റ് കലാപരിപാടികളുടെ ഉള്ള വേദികൾ എന്നുള്ള നിലയിലൊക്കെയാണ് ഞങ്ങൾ ഈ ദേവാലയത്തിലേക്ക് വരുന്നത്. ഒരു പ്രതിഷേധവുമായിട്ട് വരുന്നത് ഇത് ആദ്യമാണ്. എങ്കിലും ഇടവകയുടെ ഈ വേദനയോടൊപ്പം ചേർന്ന് നിൽക്കാൻ എന്നും ഞങ്ങൾക്ക് നല്ല മനസ്സ് മാത്രമേ ഉള്ളൂ. യുവജന പ്രസ്ഥാനത്തോടുള്ള പിന്തുണ അറിയിക്കുന്നു. യുവജന പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട ജെറിൻ, പ്രിയപ്പെട്ട ജിജോച്ചാൻ, പ്രിയപ്പെട്ട ജിൻഷു ഉൾപ്പെടെയുള്ള ഈ യുവജന പ്രസ്ഥാനത്തിന്റെ ട്രഷറർ, അദ്ദേഹത്തിനോടുള്ള പ്രത്യേകവും നന്ദിയായിട്ട് അറിയിക്കുന്നു. അവരോടെല്ലാം ഉള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്ന് ഈ സമ്മേളനം 2 ടെലികാസ്റ്റിംഗ് യൂണിറ്റുകൾ 2 നേരത്തിലായിട്ട് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാവിലത്തെ പ്രോഗ്രാം തിരുവേദി SD എന്നുള്ള ടെലികാസ്റ്റിംഗ് യൂണിറ്റും വൈകിട്ടത്തെ ആഡംസ് ടെലികാസ്റ്റിംഗ് യൂണിറ്റുമാണ് ഇന്ന് ഇവിടുന്ന് ടെലികാസ്റ്റ് ചെയ്തത്. അവർ 2 പേരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് സൗണ്ടിന്റെ ക്രമീകരണങ്ങളെല്ലാം പ്രിയപ്പെട്ട ശിവജാനാണ് ചെയ്തത്. അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ സമ്മേളനത്തിന് വേണ്ടിയിട്ട് ചെറുതും വലുതുമായി ക്രമീകരണം ചെയ്ത മുഴുവൻ പേരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, ഞങ്ങൾ പിന്തുണ അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
മോദമായി വാഴ്ന്ന സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ, കിഴക്കിന്റെയൊക്കെ